രണ്ട് കോൺസ്റ്റൻസ്. രണ്ട് കോൺസ്റ്റൻസ്. അതെ, അപ്പൊ ആ കോൺസ്റ്റന്റ് പ്ലേസ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അതായത് എവിടെ ഇടണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ എടുത്തു ആ ഇക്വേഷനിൽ കോൺസ്റ്റന്റ് എവിടേക്ക് എടുത്തു വെക്കണം അതും കൂടെ ഞാൻ ഇന്ന് പറയാം. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം നോക്കിക്കേ. ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ നമുക്ക് രണ്ട് ലോഡ് തന്നിട്ടുണ്ട്. 20 കിലോ ന്യൂട്ടണും 10 കിലോ ന്യൂട്ടണും രണ്ട് ലോഡ് തന്നിട്ടുണ്ട്. അത് കാൻഡിലിവറിൽ ആക്ട് ചെയ്യുന്നു. സിമ്പിൾ പ്രോബ്ലം ആണ്. അപ്പോൾ നമ്മൾ മെക്കോളീസ് മെത്തേഡ് വെച്ചിട്ട് നമുക്ക് സ്ലോപ്പും ഡിഫ്ലക്ഷനും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ആദ്യം EI ഇൻറ്റു EI ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു എം എന്ന് പറഞ്ഞ ഇക്വേഷനിലേക്ക് വന്നു. ഓക്കെ, ഇനി നമുക്ക് സെക്ഷൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ സെക്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമ്മൾ എന്തായിരുന്നു ഓരോ സെക്ഷൻസ് എടുത്താണ്. ഇനി സെക്ഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും മാക്സിമം ഡീറ്റെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം സെക്ഷൻ എടുക്കാൻ. ആദ്യത്തെ റൂൾ അതാണ്. അപ്പോൾ ഇവിടെ 10 കിലോ ന്യൂട്ടൺ ഞാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെയാണ് സെക്ഷൻ അപ്ലൈ ചെയ്യുന്നതെന്ന് കരുതുക. ഈ പോയിന്റിൽ സെക്ഷൻ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്ത് പറ്റും? ഇത്രയും ഡിസ്റ്റൻസിനുള്ളത് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ അല്ലേ? അപ്പോൾ റൈറ്റ് സൈഡ് ഓഫ് സെക്ഷൻ 10 കിലോ ന്യൂട്ടൻ്റെ എഫക്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് മൊത്തം ലോഡെന്ന് പറഞ്ഞാൽ 10 മാത്രമല്ല 20യും കൂടെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ മാക്സിമം ഡീറ്റെയിൽസ് കവർ ചെയ്യുന്ന രീതിയിൽ വേണം സെക്ഷൻ പ്ലേസ് ചെയ്യാൻ. ഇവിടെ നമ്മൾ ഷിയർ ഫോഴ്സ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുകയല്ല, നമ്മൾ നേരെ ബെൻഡിങ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം നമ്മൾ സെക്ഷൻ എവിടെ എടുക്കുന്നു? ഇവിടെ വേണം എടുക്കാൻ. കാരണം ഈ ഒരു പർട്ടിക്കുലർ സെക്ഷൻ്റെ അവിടെയാണ് എന്ത് മാക്സിമം ലോഡ് കാണിക്കുന്നത് അല്ലേ? മാക്സിമം ലോഡ് എന്ന് മാക്സിമം ഡീറ്റെയിൽസ്. അപ്പോൾ ഈ സെക്ഷൻ്റെ റൈറ്റിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് 10 കിലോ ന്യൂട്ടണും 20 കിലോ ന്യൂട്ടണും ലോഡ് കാണാം. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇത്രയും ഡിസ്റ്റൻസ് ആണ് നമ്മൾ എന്താക്കി എടുക്കുന്നത്? എക്സ് ആക്കി എടുക്കുന്നത്. ആദ്യത്തെ റൂൾ മനസ്സിലായോ? ഓക്കെ ആണോ ഇത്? അതെ സാർ. ഓക്കെ, ഇനി നമ്മൾ നേരെ ഇക്വേഷനിലേക്ക് പോവാണേ. നമ്മുടെ ബേസിക് ഇക്വേഷൻ EA ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു എം ആണ്. ഇനി നമ്മൾ നേരെ ഇക്വേഷനിലേക്ക് പോകുന്നു. ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ഇതിനെ ബെൻഡിങ് മൊമെന്റ് അറ്റ് സെക്ഷൻ എക്സ് കണ്ടുപിടിക്കണം. മൊമെന്റ് അറ്റ് സെക്ഷൻ എക്സ് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് മൊമെന്റ് ആയതുകൊണ്ട് തന്നെ 10 ഇൻറ്റു ഓക്കെ 10 ഇൻറ്റു എക്സ്. 10 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് ആണ്. സോ മൈനസ് 10 ഇൻറ്റു എക്സ് പ്ലസ് ഈ ഡിസ്റ്റൻസ്, ഒരു മിനിറ്റ്, ഈ ഡിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടെ തന്നേക്കാം. ഈ ഡിസ്റ്റൻസ് അവർ തന്നിട്ടുണ്ട് 2 മീറ്റർ. ഓക്കെ, ബാക്കി ഇങ്ങോട്ടേക്ക്, അതായത് 20 കിലോ ന്യൂട്ടൺ ടു ഈ ഡിസ്റ്റൻസ് 3 മീറ്റർ, മൊത്തം 5 മീറ്റർ ആണ് ലെങ്ത്. ഇവിടെ -10 ഇൻറ്റു എക്സ് എടുത്തു, -10 ഇൻറ്റു എക്സ്. ദെൻ എന്തെടുത്തു? അടുത്ത എത്ര വരും? അടുത്ത മൊമെന്റ് എത്ര? -20 ഇൻറ്റു -2. -20 ഇൻറ്റു എക്സ് -2 അല്ലേ? ഡൗട്ട് ഉണ്ടോ? x -2 എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ ഇതാണ്. -20 ഇൻറ്റു എക്സ് -2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ് അല്ലേ? അപ്പം നമുക്ക് മൊമെന്റ് ഈ ഒരു പർട്ടിക്കുലർ എം അറ്റ് എനി സെക്ഷൻ എക്സ് എന്ന് പറയുന്നത് മാക്സിമം ഡീറ്റെയിൽസ് എടുത്ത സെക്ഷനിലെ മൊമെന്റ് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ നേരെ മൊമെന്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇക്വേഷനിലേക്ക് മൊമെന്റ് ഇട്ട് കൊടുക്കുകയാണ്. EI ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഈക്വൽ ടു -10x -20 ഇൻറ്റു എക്സ് -2. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമ്മൾ അടുത്ത പോയിന്റിലേക്ക് വരാം. അപ്പോൾ ഇവിടെ ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? സ്ലോപ്പും ഡിഫ്ലക്ഷനും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ സ്ലോപ്പും ഡിഫ്ലക്ഷനും കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ
ഇപ്പൊ കിട്ടിയ ഇക്വേഷൻ 1-നെ എനിക്ക് എന്ത് ചെയ്യണം? ഇന്റഗ്രേറ്റ് ചെയ്യണം അല്ലേ? ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആദ്യം എന്ത് വരും? ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത്, ആദ്യത്തെ ഇക്വേഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ഐ ഇൻറ്റു dy by dx ഈക്വൽ ടു -10x²/2. ഇവിടെ നമ്മൾ എക്സിനാണ് ആക്ച്വലി, എക്സ് കംപ്ലീറ്റ്ലി വരുന്ന ടേമിൻ്റെ കൂടാണ് നമ്മൾ മെക്കോളേസ് മെത്തേഡിൽ നമ്മൾ കോൺസ്റ്റന്റ് പ്ലേസ് ചെയ്യേണ്ടത് കേട്ടോ. എക്സ് കംപ്ലീറ്റ്ലി എവിടെ വരുന്നു അതിൻ്റെ കൂടെയാണ് നമ്മൾ കോൺസ്റ്റന്റ് പ്ലേസ് ചെയ്യുക. അപ്പോൾ കോൺസ്റ്റന്റ് പ്ലേസ് ചെയ്യുന്നത് ഏറ്റവും അവസാനം പ്ലേസ് ചെയ്യാതെ ഇവിടെ തന്നെ ഇട്ട് ശീലിക്കണം. +C1. മനസ്സിലായോ? ഇവിടെ കോൺസ്റ്റന്റ് പ്ലേസ് ചെയ്യുന്നതിന് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. കാരണം എക്സ് കംപ്ലീറ്റ്ലി വരുന്ന ടേമിന്റെ കൂടെ അത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ C1 കൊടുക്കുക. മറ്റേതെല്ലാം എക്സിന്റെ x-2 അല്ലെങ്കിൽ x-3 അങ്ങനെ വരും. ഓക്കെ, ക്ലിയർ ആണോ? Yes, sir. ഓക്കെ, ഇനി അടുത്ത ഇതെന്ന് പറയുന്നത് എന്ത് വരും? ഞാൻ ജസ്റ്റ് ഒരു ലൈൻ വരച്ചെന്നേ ഉള്ളൂ രണ്ടാമത്തത് കാണിക്കാൻ വേണ്ടി. മൈനസ് എന്താണ്? -20 ഇൻറ്റു x-2² ഡിവൈഡഡ് ബൈ 2 ഇല്ലേ? Yes, sir. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതേ സെയിം സംഭവം ചെയ്തതാണ്. ഇനി അതേപോലെ നമ്മൾ EA ഇൻറ്റു dy/dx വരും അല്ലേ? EA ഇൻറ്റു dy/dxനെ എന്ത് ചെയ്യണം? വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പം EI ഇൻറ്റു y എന്ന് വരും. EI ഇൻറ്റു y ഈക്വൽ ടു ഇവിടെ എന്ത് വരും? ആദ്യം -10 ഇൻറ്റു x³ ഡിവൈഡഡ് ബൈ 6, കറക്റ്റ് അല്ലേ? പ്ലസ് C1x പ്ലസ് C2, കറക്റ്റ് ആണോ? Yes, sir. ഓക്കെ, അതേപോലെ Yes, sir. -20 ഇൻറ്റു x-2³ ഡിവൈഡഡ് ബൈ 6. ഇതാണ്. അപ്പം ഈ രണ്ട് ഇക്വേഷൻസ് ആണ്. അതായത് 1 കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത രണ്ട്, ആ 1-നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടും. ഇത്രേ ഉള്ളൂ മെക്കോളേസ് മെത്തേഡ്. പക്ഷേ ഞാനിപ്പോൾ ഈ C1-ഉം C2-ഉം ഇങ്ങനെ പറയാൻ കാരണം, ഇനി ഇവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, കാൻഡിലിവർ ബീമിൻ്റെ സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻ അറ്റ് ദ ഫ്രീ എൻഡ് അല്ലാതെ മേ ബി നമ്മളിപ്പോൾ എടുത്ത സെക്ഷൻ എക്സ് എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു ഡിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ എക്സിന് നമ്മളൊരു 2 അല്ലെങ്കിൽ 2.5 മീറ്റർ, എക്സ് ഈക്വൽ ടു 2.5 മീറ്ററിൽ സ്ലോപ്പിൻ്റെയും ഡിഫ്ലക്ഷൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം? എക്സ് ഈക്വൽ ടു 1.5 മീറ്ററിൽ സ്ലോപ്പ് ആൻഡ് ഡിഫ്ലക്ഷൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണം? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം അത് ചെയ്യണമെങ്കിൽ ആദ്യം ഈ ഒരു പ്രോബ്ലം മനസ്സിലാക്കിയാൽ മാത്രമേ പറ്റൂ. അപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം EIൻ്റെ ടേംസിൽ ഒന്ന് സോൾവ് ചെയ്യണേ. ഇപ്പം തന്നെ സോൾവ് ചെയ്ത്, കാരണം ഇനിയിപ്പോൾ സോൾവ് ചെയ്തില്ലെങ്കിൽ നടക്കത്തില്ല. ഇക്വേഷൻസ് ഞാൻ എഴുതിയിട്ടുണ്ട്, നിങ്ങൾ തന്നെ ഒന്ന് എഴുതി നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കണം. ഇപ്പം തന്നെ നിങ്ങൾ ചെയ്ത് നോക്കിയില്ലെങ്കിൽ മനസ്സിലാവത്തില്ല. EIയുടെ ടേംസിൽ ഒരു ഇക്വേഷൻ കിട്ടും. അതായത് നിങ്ങൾക്ക് C1 കണ്ടുപിടിക്കണം, C2 കണ്ടുപിടിക്കണം. ഇതിൽ ഇനി എന്തൊക്കെ ചെയ്യാനുണ്ട്? ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ എവിടെയാണ് dy/dx 0 ആവുന്നത്? പറയാമോ? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതായിരുന്നു. ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണ്ടേ? കേൾക്കുന്നുണ്ടോ? ആ, അതെവിടാ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുക? പറയാമോ? കാൻഡിലിവറിന്റെ കേസിൽ അതെ, x ഈക്വൽ ടു എക്സ് എൽ ആവുമ്പോൾ എത്ര? x 5 മീറ്റർ ആകുമ്പോൾ dy/dx ഈക്വൽ ടു 0. അതേപോലെ y ഈക്വൽ ടു 0. ഇത് രണ്ടും കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടൂ? C1-ന്റെയും C2-ന്റെയും വാല്യൂ കിട്ടൂ. C1-ന്റെയും C2-ന്റെയും വാല്യൂ കിട്ടിയാൽ മാത്രമേ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റൂ.
കേട്ടോ. അപ്പൊ ഒന്ന് ചെയ്തു പോയിക്ക്. ചെയ്ത് നോക്കിയിട്ട് പറ, എന്നിട്ട് ബാക്കി ചെയ്യാം. ചെയ്തു നോക്കുവോ ഇപ്പം? അതോ ഞാൻ വെറുതെ ഇരിക്കത്തേ ഉള്ളോ ഇങ്ങനെ? ഇനി നമ്മളിങ്ങനെ ചെയ്ത് നോക്കാനേ പറ്റൂ. ആ ഓക്കെ ഓക്കെ. ആ സാർ ഈ ഒരു ക്വസ്റ്റ്യൻ ഫുള്ള് സാറിന് ചെയ്ത് കാണിക്കാവോ? എടാ ഇതേ സെയിം സാധനമാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത് കാണിച്ചത്. ഇനി ഞാനിത് വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഒരർത്ഥവും ഇല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൽ പ്രോബ്ലം, അതായത് 10 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്നതിന് പകരം W തന്നിട്ട് ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. മനസ്സിലായോ? കഴിഞ്ഞ ക്ലാസ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു സാർ. അതേ പ്രോബ്ലം തന്നെ. അവിടെ ഞാൻ ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്തു, അതുകൊണ്ടാണ് ഞാൻ ഇക്വേഷൻ വരെ ചെയ്തിട്ടത്. ഓക്കെ സാർ. അത് ഈ x=5 എന്ന് പറയുന്ന കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ടോട്ടൽ ലെങ്ത് അല്ലേ നമ്മൾ എടുക്കുന്നത്? അതെ അതെ. ആ ടോട്ടൽ ലെങ്ത് എടുക്കുമ്പോൾ മൊമെന്റ് ക്യാൻസൽ ഔട്ട് ആവുന്ന ആ ഐഡിയ വെച്ചാണോ? ഇവിടെ ടോട്ടൽ ലെങ്ത് എടുക്കുമ്പോൾ മൊമെന്റ് ക്യാൻസൽ ആവുന്നതല്ല പാർത്ഥിവേ. അതായത് നമ്മൾ EA × d²y/dx² ഒരു ജനറൽ ഇക്വേഷൻ കിട്ടിയില്ലേ? EA × dy/dx നും y-നും എക്സിന്റെ ടേംസിൽ കിട്ടി. ഈ എക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ലെങ്ത് അല്ലേ? അപ്പൊ നമുക്ക് ഈ എക്സിന് ഏത് കണ്ടീഷനിലും ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം ഇല്ലേ? x2 ആവുമ്പോഴും x3 ആവുമ്പോഴും അല്ലെങ്കിൽ x1 ആവുമ്പോഴും x5 ആവുമ്പോഴും യൂസ് ചെയ്യാം. അതൊക്കെ അല്ലേ? പക്ഷേ നമുക്കിവിടെ 2 കോൺസ്റ്റന്റ്സ് ഉണ്ട്. യൂഷ്വലി നമ്മൾ കോഡിങ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ഒരു ഇക്വേഷൻസ് ഒരു സോഫ്റ്റ്വെയറിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴും നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസ് പറഞ്ഞ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അൺനോൺ കോൺസ്റ്റന്റ്സ് കണ്ടുപിടിക്കാനാണ്. അപ്പൊ ഈ C1 ആസ് ഇറ്റ് ഈസ് C1 നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ആകെ അറിയാവുന്നത് ഇങ്ങ് അറ്റത്ത് എന്ത് ചെയ്യാൻ പറ്റും? സ്ലോപ്പും മൊമെന്റും 0 ആണ്, സ്ലോപ്പും ഡിഫ്ലക്ഷനും 0 ആണ്. അതുകൊണ്ടാണ് നമ്മൾ x = ഇങ്ങറ്റം 5 മീറ്ററിൽ അല്ലെങ്കിൽ ടോട്ടൽ ലെങ്ത് ഓഫ് ദ കാന്റിലിവറിൽ ഇത് 0 ആന്നിട്ട് കൊടുക്കുന്നത്. നിങ്ങൾ ചെയ്യേ, ഞാനിപ്പോ വരാം, ഒരു കോൾ വന്നേ, ഒറ്റ മിനിറ്റ്. ഹലോ, കിട്ടിയായിരുന്നോ? C1 215 കിട്ടി. ഓക്കെ, C1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊന്ന് എഴുതിക്കോട്ടെ. C1 = 215. C2 കൂടെ പറ. C2 കിട്ടിയിട്ട് പറഞ്ഞാൽ
minus 776.6. 776.6. അപ്പൊ ഇത് രണ്ടും ബാക്കിയുള്ളവർ ചെയ്തോ കേട്ടോ, ഞാനത് ശ്രവൺ പറഞ്ഞപ്പോൾ അങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്തിലേക്ക് കൊടുക്കണം, ഇക്വേഷൻ ചേഞ്ച് ചെയ്യണം അല്ലേ. നമ്മൾ ഇക്വേഷൻ ആദ്യം സ്ലോപ്പിന്റെ ഇക്വേഷൻ EI into dy by dx equal to minus 10x square by 2 എന്ന് പറഞ്ഞാൽ minus 5x square. ഒരു മിനിറ്റ്, ഞാനിപ്പോൾ വരാമേ, ഒരു കോൾ വരുന്നു. സോ അപ്പോൾ നമ്മൾ EI ഇൻറ്റു ഡി സ്ക്വയർ dy ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് 5x സ്ക്വയർ പ്ലസ് C1 അല്ലേ. C1 എന്ന് പറഞ്ഞാൽ 215, പിന്നെ അത് കഴിഞ്ഞിട്ട് -10 ഇൻറ്റു എക്സ് മൈനസ് 2 ദ ഹോൾ സ്ക്വയർ. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണെങ്കിൽ പറയണേ, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയണേ. EI ഇൻറ്റു y കേൾക്കുന്നുണ്ടോ? ഞാൻ അൺമ്യൂട്ട് ചെയ്തായിരുന്നു. ഹലോ, കേൾക്കുന്നുണ്ട്? ഓക്കെ. ഞാൻ അപ്പൊ EI ഇൻറ്റു y എന്ന് പറയുന്നത് എന്ത് വരും? -10x³ -10 ഇൻറ്റു x³ ഡിവൈഡഡ് ബൈ 6. അത് പിന്നെ സിംപ്ലിഫൈ ചെയ്യുന്നില്ല. C1x പ്ലസ് 215 ഇൻറ്റു എക്സ്, പിന്നെ C2 എത്രയാണെന്ന് പറഞ്ഞ് -776.6, പിന്നുള്ളത് -20/6 ഇൻറ്റു എക്സ് മൈനസ് 2 ദ ഹോൾ ക്യൂബ്, -20/6 ഇൻറ്റു എക്സ് മൈനസ് 2 ദ ഹോൾ. ഓക്കെ, ഇത് കിട്ടിയായിരുന്നു എല്ലാവർക്കും? കിട്ടിയെങ്കിൽ പറയണേ. പാർത്ഥിവേ കിട്ടിയോ? ശ്രവണിന് കിട്ടിയെന്ന് തോന്നുന്നു. ഇല്ല സർ, കിട്ടിയില്ല. അത് നിങ്ങൾ ശ്രവൺ കിട്ടിയായിരുന്നോ? ശ്രവണിന്റെ ഈ വാല്യൂ എല്ലാവർക്കും കിട്ടിയോന്ന് നോക്കണേ. കാരണം ഇതൊരു പോസിബിൾ കോൺസ്റ്റന്റ് ആക്ച്വലി ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. കിട്ടി സാർ. കിട്ടി. ഓക്കെ ഫൈൻ. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും, കിട്ടിയവരെ ഒരു കാര്യം ചെയ്യും, നമുക്കൊരു കാര്യം ചെയ്യാം. Find the slope and deflection at a distance of maybe 2.5 meter from the free end. ഞാൻ എഴുതണോ? Find
dy by dx and y at a distance of 2.5 meter from free end. Okay. ഇതൊന്ന് കണ്ടുപിടിച്ചേ. ന്റെ ടേംസിൽ പറഞ്ഞാൽ മതിയേ. Seven two five by 4 EM. Dy by dx. അപ്പൊ dy by dx theta equal to 7 25 ആ divided by 4 EI. 4 EI. ഓക്കെ. മറ്റേതോ y? അത് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ. ഡൗട്ടുള്ളവർ ചോദിക്കണേ. അതുകൊണ്ടാണ് ഞാൻ ഈ ഓൺലൈൻ സെഷനിൽ പ്രോബ്ലംസ് ഇനിയും ചെയ്യിക്കുന്നത്. കാരണം നമ്മൾ തിയറി നിങ്ങൾ പറഞ്ഞതുപോലെ പഠിപ്പിച്ചു, പക്ഷേ നമ്മുടെ ക്ലാസ് തുടങ്ങാത്തത് കൊണ്ട് ഇനി നമ്മൾ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് ഓൺലൈൻ ക്ലാസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചെയ്യുന്നവർ ചെയ്തു പോകും. അതെനിക്ക് ഓക്കെയാണ്. മീൻസ് പഠിക്കുന്നവർ എനിക്ക് എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കുന്നുണ്ട്, വിളിച്ച് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അത് ഓക്കെയാണ്, അവർ പോകും. അപ്പം ചിലവർ പറഞ്ഞു മറ്റേ UVL, അതൊക്കെ എനിക്ക് എൻ്റെ മനസ്സിലുണ്ട്. അത് നമ്മളത് ഞാൻ ചെയ്യാം കേട്ടോ. യൂണിഫോംലി വേരിയിങ് ലോഡിൻ്റെ അത് ഒറ്റ ക്ലാസ് മതി, 20 പ്രോബ്ലം ചെയ്യാം. നിങ്ങൾക്ക് ഐഡിയ കിട്ടിയാൽ പോരെ, അത് ചെയ്യാം. അപ്പം പക്ഷേ ഇതും അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞ് വരുമ്പോൾ സീരീസും
എക്സാം വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണ്ടേ? അപ്പം അതുകൊണ്ടാണ് ഡൗട്ട് ഉള്ളവർ എൻ്റെ അടുത്ത് ചോദിക്കുക. ലൈവ് കിട്ടിയായിരുന്നോ? മൈനസ് 265.5 by EI എന്ന് കിട്ടും. മൈനസ് 265.5 by EI. ഓക്കെ, എല്ലാവർക്കും ഈ വാല്യൂസ് കിട്ടിയോന്ന് നോക്കണേ. ഇനിയുമുള്ള പ്രോബ്ലത്തിൽ നമ്മൾ ഇയും ഐയും തരും. അപ്പം ഇ എന്ന് പറയുന്നത് ഇലാസ്റ്റിക് മോഡുലസ് ആണ്. ഐ എന്ന് പറഞ്ഞാൽ തരത്തില്ല. ഐ എന്ന് പറഞ്ഞാൽ റെക്ടാങ്കുലർ സെക്ഷൻ ചിലപ്പം ബിയും ഡിയും തരും. അപ്പം BD3/12 അല്ലെങ്കിൽ ട്രയാങ്കുലർ സെക്ഷൻ അങ്ങനെ വെച്ചിട്ട് വേണം ഇനി അടുത്ത ലെവൽ ഓഫ് പ്രോബ്ലംസ് ചെയ്യാൻ. അപ്പോൾ ഇതൊരു ബേസിക് പ്രോബ്ലമാണ്. ഐ വെച്ചിട്ട് മിക്കവാറും ചോദിക്കാറില്ല. ഐയും ഇയും തന്നിട്ടേ ചോദിക്കാറുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യേ, നിങ്ങൾ ഇത് ചെയ്തിട്ട് നമുക്കിനി ഒരു അവർ കൂടി ഇല്ലേ 11 മണിക്ക്? ഹലോ, 11 മണിക്ക് നമുക്ക് സിംപ്ലി സപ്പോർട്ടഡ് ചെയ്ത് തുടങ്ങണം. അപ്പോൾ ഇതിൻ്റെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം ചോദിക്കണം കേട്ടോ. ഇതിനിടയ്ക്ക് ഇപ്പം നിങ്ങൾക്ക് ഈ അവർ എന്തായാലും നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളവർക്ക് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയിട്ട് ഈ ആൻസർ കിട്ടുന്നില്ല അല്ലെങ്കിൽ മെത്തേഡിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 11 മണിക്കത്തെ ക്ലാസ്സിൽ കയറുമ്പോൾ തന്നെ ചോദിക്കുക കേട്ടോ. ഡൗട്ട് ക്ലിയർ ചെയ്ത് വേണം പോവാൻ കേട്ടോ. പക്ഷേ നിങ്ങളിത് ഞാൻ പഠിപ്പിക്കുന്നത് മനസ്സിലാക്കാതെ അന്നത്തെ ക്ലാസ് ഇന്ന് വന്നിട്ട് ഇതാണോ ഇങ്ങനെയാണോ അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റത്തില്ല. പഠിപ്പിക്കുമ്പം നിങ്ങൾ പാരലി നിങ്ങൾ കൂടെ ലേൺ ചെയ്ത് പോയാലേ പറ്റൂ കേട്ടോ. ഞാനൊരു റെക്കോർഡഡ് വീഡിയോ ഞാൻ പണ്ട് ചെയ്യുമായിരുന്നു, ഞാനിപ്പോൾ ചെയ്തിട്ടില്ല. ഇപ്പോൾ കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയതുകൊണ്ട് റെക്കോർഡഡ് വീഡിയോ ചെയ്താലോ എന്നും ആലോചിക്കുന്നുണ്ട്. റെക്കോർഡഡ് വീഡിയോ വേണോ നിങ്ങൾക്ക്? ഞാൻ നോക്കട്ടെ, ഞാനേ പ്രോബ്ലംസ് സോൾവ് ചെയ്ത വീഡിയോസ് ഇടാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. അപ്പം എന്തായാലും അപ്പം 11 മണിക്ക് കാണാമേ. അപ്പം ബാക്കിയുള്ളവർ ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്ത് കിട്ടിയില്ല എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ 11 മണിക്ക് ഡിസ്കസ് ചെയ്യാം. 11 മണിക്ക് നിങ്ങൾ ഒന്നും ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ശ്രവൺ അങ്ങനെ കുറച്ച് പേര് ചെയ്തു, അവർ മാത്രമേ റെസ്പോണ്ട് ചെയ്യുന്നുള്ളൂ. എനിക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്ത് പോണ്ടി വരും. മനസ്സിലാവാത്തവർ 11 മണിക്കത്തെ ഉള്ള ക്ലാസ്സിൽ ചോദിക്കുക. 1 മണിക്കൂർ കൊണ്ട് ചെയ്തു നോക്കാൻ കേട്ടോ. ഓക്കെ, വൈൻഡ് അപ്പ് ചെയ്യാം. ശരി. അപ്പോൾ ഓക്കെ, അപ്പോൾ 11 മണിക്ക് കാണാമേ.
ഓക്കെ ബൈ. Thank you, sir. താങ്ക് യു സാർ.